മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നാളുകളായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെയാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഷൈനിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മെയിൻ സ്ട്രീം ന്യൂസ് ചാനൽ പോലും ഇതൊന്നും ഏറ്റെടുക്കുന്നില്ലല്ലോ എന്ന് കാണുമ്പോഴാണ് ഇവിടുത്തെ മണി പവറിന്റെ ആ ഒരു പവർ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് മെയിൻ സ്ട്രീം ചാനലുകൾ ഈ ന്യൂസ് ഏറ്റെടുക്കുന്നില്ല? പ്രത്യേകിച്ച് ഒരു അമ്മയും 2 മക്കളും കൂടി ഗതികെട്ട ഒരു അവസ്ഥയിൽ ചെയ്ത ഒരു കടുങ്കൈയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. ആ വിഷയം എന്തുകൊണ്ട് മെയിൻ സ്ട്രീം ചാനലുകൾ ഏറ്റെടുക്കുന്നില്ല? ഇവിടെ ഈ ബോബി എന്ന് പറയുന്ന ഫാദർ ഡൊമിനിക് എന്ന് നമ്മൾ ഇൻഗോസ്റ്റ്യൂസിൽ കേട്ടതുപോലെ ഫാദർ ബോബി ഈ കാമക്കടുവ ചെയ്തു കൂട്ടിയിട്ടുള്ള അന്യായങ്ങൾ കണ്ടു കഴിഞ്ഞാലും കേട്ട് കഴിഞ്ഞാലും ഞെട്ടിപ്പോവും മക്കളെ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ബോബി എന്ന് പറയുന്ന ഫാദറിന് ഉള്ള പിടിപാടും ഹോൾഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കണം ഒരുപക്ഷെ ഈ മെയിൻ സ്ട്രീം ന്യൂസ് ചാനലുകൾ ഏറ്റെടുക്കാത്ത. അതുപോലെ മന്ത്രി വരെ ഇൻവോൾവ് ആകുന്ന ഒരു കേസ് പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഏത് മന്ത്രിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ ഒരു രീതിയിൽ വരെ ഈ കേസ് വളഞ്ഞൊടിഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് മരണവുമായി ബന്ധപ്പെട്ടിട്ടല്ല, ഇവർക്ക് അത്തരം ഹോൾഡുകളും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ വിഷയത്തിൽ എനിക്ക് 100% ഉറപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അത് തുറന്ന് പറയാത്തത്. എന്തായാലും അത് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഉൾപ്പെടെ സംസാരിക്കാം. പക്ഷെ ഈ ബോബി എന്ന് പറയുന്ന ഫാദർ ബോബിയുടെ തനിക്കൊണം നിങ്ങളൊന്ന് അറിയണം. ഇങ്ങയുടെ ഫേസ്ബുക്ക് പേജ് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. അക്കൗണ്ട് ബോബി ചെറിയ 456 ഫണ്ട്സ് ഉണ്ട് ഓൺ മ്യൂച്വൽ ഫണ്ട്. ഏതോ ഒരാൾ സ്ക്രീൻഷോട്ട് എടുത്ത സാധനമാണ്. ഇതിൽ ഇങ്ങനെ അങ്ങോട്ട് ഫോളോ ചെയ്യുന്ന ഒരു പേജ് കണ്ടോ, മുത്തുച്ചിപ്പി. ഈ മുത്തുച്ചിപ്പി എന്ന് പറഞ്ഞാൽ മുത്തും നമ്മുടെ ചിപ്പി മീൻസ് കക്ക, ഇതല്ല. ഈ മുത്തുച്ചിപ്പി എന്ന് പറയുന്നത് ഒരു ബുക്കാണ്. ഇത് ഏത് ബുക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡൽട്ട് കണ്ടന്റ് ആണ്, ഒരു തുണ്ട് ബുക്കാണ് എന്ന് തന്നെ പറയാം. അത് തന്നെയാണ് ഈ മുത്തുച്ചിപ്പി എന്ന് പറയുന്നത്. തുണ്ട് സാധനം തന്നെയാണ് ഈ മുത്തുച്ചിപ്പി. ഈ മുത്തുച്ചിപ്പിയാണ് ഈ ഫാദർ ആയിട്ടുള്ള ഈ വ്യക്തി ഫോളോ ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്തുവാടേ കേൾക്കുന്നത്? ഉള്ളതാണ് ഫാദർ ബോബി അണ്ണ നിങ്ങൾ മുത്തുച്ചിപ്പിയൊക്കെ ഫോളോ ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഏതർത്ഥത്തിലാണ് ഫാദർ ആയത്? സാധാരണ ഒരു ചർച്ച് ഫാദർ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ലെവലുണ്ട്. മുത്തുച്ചിപ്പിയൊക്കെ ഫോളോ ചെയ്തിട്ടുള്ള ചർച്ച് ഫാദർ, അതെ ഫാദർ അങ്ങോട്ട് പിടി കിട്ടുന്നില്ലല്ലോ. ഇനി എന്തായാലും ഈ ഒരു വിഷയം കത്തിപ്പടർന്നതിന് ശേഷം ആശാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് മുക്കിയിട്ട് ഓടി. എന്തായാലും മുക്കി ഓടിയത് കൊണ്ട് കൂടുതൽ നാറേണ്ടി വന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ പഴയ പോസ്റ്റും വേറെ ഫോളോയിങ് ചെയ്തിട്ടുള്ളതെല്ലാം കുത്തിപ്പൊങ്ങി വന്നേനെ. മുത്തുച്ചിപ്പി മാത്രമേ നിങ്ങൾ ഫോളോ കിട്ടിയിട്ടുള്ളൂ. ഇതാണ് ഒരു ചർച്ച് ഫാദർ. ഇവനൊക്കെ എങ്ങനെ ചർച്ച് ഫാദറായി? നാറികൾ. എല്ലാവർക്കും സെക്സ്വൽ അട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പള്ളിയിൽ, അതും പ്രത്യേകിച്ച് CSI എന്ന് പറയുന്ന ആ വിഭാഗം ഒഴികെ ബാക്കിയുള്ള പള്ളിയിൽ അച്ഛന്മാരൊന്നും കല്യാണം കഴിക്കാറില്ല. അങ്ങനെ പള്ളിയിൽ അച്ഛന്മാരാകുന്നവർ എന്തർത്ഥത്തിലാണ് അവർ പള്ളിയിൽ അച്ഛന്മാരാകുന്നത്? ലൗകിക സുഖങ്ങളൊന്നുമില്ലാതെ അതെല്ലാം വെടിഞ്ഞ് ആണ് പള്ളിയിൽ അച്ഛന്മാരും സിസ്റ്റർമാരും ആകുന്നത്, അല്ലെ? അപ്പൊ അങ്ങനത്തെ ഒരു പള്ളിയിൽ അച്ഛനാവാൻ പോയ വ്യക്തി മുത്തുച്ചിപ്പിയും ഫോളോ ചെയ്തിട്ടാണ് പോയത്. ഈ മുത്തുച്ചിപ്പിക്കകത്ത് പോയിട്ട് വചനം പഠിക്കാനൊന്നും അല്ലല്ലോ അതിൻ്റെ അത് പോകുന്നത്. അതുകൊണ്ട് ഈ മുത്തുച്ചിപ്പിയിൽ എന്താണ് ഫാദർ ബോബി അണ്ണ ഇരിക്കുന്നത്? നിങ്ങൾ വായിച്ച മുത്തുച്ചിപ്പിയിൽ എന്റെ പൊന്നണ്ണ, നമ്മൾ മുത്തുച്ചിപ്പിയൊന്നും വായിക്കൂല, നമ്മൾ നന്മവരാണെന്നൊന്നും അല്ല പറയുന്നത്. പക്ഷെ ഒരു പള്ളിയിലച്ഛനാകാൻ പോകുന്ന വ്യക്തി എത്രത്തോളം നല്ലവനായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വായിക്കാൻ പാടില്ല, അങ്ങനത്തെ സാധനങ്ങളിലോട്ടൊന്നും പോകാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ. ആ സ്ഥിതിക്ക് എന്തിനാണ് ഫാദർ ബോബി അണ്ണ നിങ്ങൾ മുത്തുച്ചിപ്പി വായിക്കാൻ പോയത്? അപ്പൊ ഇവന്റെയൊക്കെ ആ ഒരു കുത്തിക്കഴപ്പും തരിപ്പും ഒക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ ആൾക്കാർക്ക്. ഇങ്ങനെ ഉള്ളവന്മാരാണ് പള്ളിയിലച്ഛന്മാരായത്. നല്ല പോലെ അടിപൊളിയാണ്. ഇനിയൊരു അഡ്വക്കേറ്റ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അതും കൊടുക്കാം. അതിനു മുന്നേ യുവന്മാരുടെ വീട്ടുനടയിൽ കിടന്നിട്ട് നാട്ടുകാർ, അതായത് ഈ നോബിയുടെ വീട്ടുനടയിൽ ജനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രതിഷേധം നമുക്കൊന്ന് കണ്ടുപോകാം. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് നേർച്ച ഇടാനും പ്രാർത്ഥിക്കാനും വേറെ ഒന്നുമില്ല. നിങ്ങളെ മാറ്റി നിർത്തി അവർ കഴിയും, അവർ സുഖമായിട്ട് ജീവിക്കും. അത് മാത്രം നമ്മളെയൊക്കെ കബളിപ്പിച്ച് ഈ സപ്പോർട്ടും ഈ സഹകരണവും ഈ സ്നേഹം നേരത്തെ ഷൈനിക്ക് കൊടുത്തിരുന്നെങ്കിൽ നാട്ടുകാരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഒരു പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ അവരെ മൈൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥയിൽ ഷൈനിയെ കാണേണ്ടി വരില്ലായിരുന്നു. ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്.
ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് എന്നെ ഒരു ലേഡി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ കോണ്ടാക്ട് ചെയ്തിട്ട് കരയുക. കാരണം അവരുടെ അതേ അനുഭവമാണ് ന്യൂസ് കേട്ടപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റിയത്. പക്ഷെ അവർ പറയുകയാണ് എൻ്റെ അടുത്ത്, ഷൈനി ചെയ്തത് വളരെ വലിയ അബദ്ധമായി പോയി, ഇത്രയും മണ്ടത്തനം ചെയ്യാൻ പാടില്ല. ഞാനും അത് തന്നെയാണ് പറയുന്നത്. ഇതിനേക്കാളും അപ്പുറത്തൊരു മോശം അനുഭവത്തിലൂടെ ആ സ്ത്രീ കടന്നുപോയ ആ സമയത്ത് അവർ നിയമപരമായി നേരിട്ടു. നിയമത്തിന്റെ വഴിയിൽ നിന്നും വലുതായിട്ടൊന്നും അങ്ങോട്ട് നീതി കിട്ടാണ്ട് വന്നപ്പോഴും വുമൻസ് കമ്മീഷനിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇടപെട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്ത് ഇന്ന് അവർ നല്ലപോലെ ജീവിക്കുന്നുണ്ട്. ഇന്ന് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. മറ്റൊരു വിവാഹമൊക്കെ കഴിച്ച് അവർ അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പിച്ചു പറയാം, ഷൈനി ചെയ്തത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഒരുപാട് സ്ത്രീകൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. കാണുന്ന ഓരോ സ്ത്രീകളും ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഇതിനേക്കാളും അപ്പുറത്തെ പ്രശ്നങ്ങളുണ്ടാവും. എന്റെ പ്രീവിയസ് വീഡിയോ കമന്റ് ബോക്സിൽ തന്നെ ഞാൻ കൗൺസിലിങ്ങിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൗൺസിലിങ്ങിന് പോകാനുള്ള പൈസ ഇല്ലാത്ത സ്ത്രീകളുണ്ടെന്ന്. നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് പോകാൻ പൈസ ഇല്ലെങ്കിലും ഒന്നിനും പൈസ ഇല്ലെങ്കിലും അത്യാവശ്യം വുമൻസ് കമ്മീഷനിലെങ്കിലും പോവുക. അവിടെ പോയി നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക. നീതി അവിടെ നിന്ന് കിട്ടും എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് ജീവിതത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാലും ദയവ് ചെയ്ത് കടും കൈയൊന്നും ചെയ്യാണ്ട് നിങ്ങൾ മുന്നോട്ട് ജീവിക്കുക. നിങ്ങൾ നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ മുന്നിൽ ജീവിച്ച് കാണിക്കുമ്പോഴാണ് നിങ്ങൾ അവിടെ ജയിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും കടും കൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നാശം കാണാൻ കാത്തിരുന്ന ആൾക്കാരായിരിക്കും ജയിക്കുന്നത്. പകരം നിങ്ങളുടെ നാശം കാണാൻ കാത്തിരുന്നവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കുക. ഇതാണ് എനിക്ക് മെയിനായിട്ട് ഓരോ സ്ത്രീകളെടുത്തും പറയാനുള്ളത്. പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇങ്ങനത്തെ കടുംകൈകൾ ചെയ്യുന്നത് കൂടുതൽ. എന്നാൽ പുരുഷന്മാർ ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യുന്നുണ്ട്. എങ്കിലും പുരുഷന്മാരെക്കാളും ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. ഭർത്ത വീട്ടിൽ നിന്നും പീഡനങ്ങളോ കാര്യങ്ങളോ മോശം അനുഭവങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് രണ്ടാമത് ചിന്തിക്കുക പോലുമില്ല, കടുംകൈയിലോട്ടാണ് സ്ത്രീകൾ പോകുന്നത്. അങ്ങനെ പോകാതിരിക്കുക. നിങ്ങളുടെ ജീവൻ നിങ്ങൾ പിടിച്ചു നിർത്തി ജീവിച്ച് ജയിച്ച് കാണിച്ചു കൊടുക്കുക. പോരാടേണ്ട സ്ഥലത്ത് പോരാടുക തന്നെ ചെയ്യണം. ഈ ചാകാൻ കാണിക്കുന്ന ധൈര്യം ജീവിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ എത്രത്തോളം സക്സസ് ആയാണ് ജീവിതത്തിൽ. എൻ്റെ അടുത്ത് സ്ത്രീ വിളിച്ചിട്ട് ഇത് തന്നെയാണ് പറഞ്ഞത്, ഈ ചാകാൻ കാണിച്ച ധൈര്യം ജീവിക്കാൻ കാണിച്ചിരുന്നെങ്കിലെന്ന്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ കടുംകൈകളും കാര്യങ്ങളും ഒന്നും ചെയ്യാതിരിക്കുക. ഇനി നഗരസഭാ കൗൺസിലർ പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം. മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നാളുകളായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെയാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അതിക്രൂരമായിട്ട് തന്നെ അവളെ മർദ്ദിക്കുകയൊക്കെ ഉണ്ടായി. അവൾ ഹോസ്പിറ്റലിൽ പോയി, തൊടുപുഴ സ്റ്റേഷനിൽ കേസ് കൊടുക്കുകയെല്ലാം ചെയ്തു. ആ കേസ് ഇപ്പം നിലവിൽ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം കുടുംബശ്രീക്കാരുടെ ഇതിൽ കരികുന്ന സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കുറെ സ്ഥലത്ത് ഷൈനി കേസ് കൊടുത്ത് കാര്യങ്ങളൊക്കെ നോക്കി നീതി കിട്ടിയില്ലായിരിക്കാം. കടുംകൈ ചെയ്യുന്നതിന് മുന്നേ വീണ്ടും പോരാടുകയായിരുന്നു ചെയ്യേണ്ടത്. എന്തായാലും ഷൈനി കാണിച്ചത് ലോകമണ്ടത്തരം. ഇനി ഒരു സ്ത്രീകളും ഒരു മനുഷ്യരും ഇങ്ങനത്തെ ഒരു അബദ്ധം കാണിക്കാതിരിക്കുക. നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ ജീവിച്ച് ജയിച്ച് കാണിച്ചു കൊടുക്കുക. അത് തന്നെയാണ് ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ദീപ ജോസഫ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ആ കാര്യങ്ങൾ എന്തായാലും കൊടുക്കാം. ഇതിനുശേഷം ഒരുപാട് വള്ളിയിലച്ചന്മാർ ഇതുപോലത്തെ നാറിയ പരിപാടികൾ കാണിക്കുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട്. അതുപോലെ ഈ ബോബി എന്ന് പറയുന്ന ഈ ഫാദറിനെ കുറിച്ചിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതായത് ആദ്യം പള്ളിയിൽ അച്ഛൻ പഠിക്കാൻ വേണ്ടി പോവുകയും എന്നാൽ തിരിച്ചു വന്ന് പെണ്ണ് കെട്ടാൻ വേണ്ടി നിൽക്കുകയും എന്നാൽ പെണ്ണ് കിട്ടാതായപ്പോൾ വീണ്ടും പള്ളിയിൽ അച്ഛനായിട്ട് പഠിക്കാൻ പോയതായിട്ടൊക്കെയാണ് കഥ പറയുന്നത്. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് വാസ്തവമാണെങ്കിൽ എൻ്റെ പൊന്ന് പള്ളിയിൽ അച്ഛ, നിങ്ങളൊരു ഒന്നാം തരം കിടിലം പീസ് തന്നെ. മുത്തുച്ചിപ്പി വായിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശശുദ്ധി ഇപ്പൊ നല്ലപോലെ പിടി കിട്ടുന്നുണ്ട്. കുത്തിക്കഴപ്പുകളുടെ പീക്ക് ലെവലിലുള്ള തന്നെയൊക്കെ പോലുള്ളവന്മാര് പള്ളിയിൽ വരിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഇതല്ല ഇതിന്റെ അപ്പുറം നടക്കും. ഈ പള്ളിയിൽ അച്ഛൻ ഇരുന്നിട്ടുള്ള എല്ലാ പള്ളികളിലും അന്വേഷിക്കുക, അവിടെ പീഡനങ്ങളോ മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് വരെ. ഇവനെയൊന്നും ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കുത്തിക്കഴപ്പിന്റെ പീക്ക് ലെവലിലാണ് ഇവനൊക്കെ നിൽക്കുന്നത്. ഇവനൊന്നും ഒരിക്കലും ചർച്ച പാത്രമല്ല. എന്തിനാണ് ഇവനൊക്കെ ആ പട്ടം കൊടുത്ത് ഇരുത്തിയിരിക്കുന്നത്? എടുത്ത് കീഴെടുത്ത് വലിച്ചു വാരിയേറി. ഇവന്റെയൊക്കെ പിടിപാടും മറ്റേ കുത്തിക്കഴപ്പുകളും കാരണം ഒരു മെയിൻ സ്ട്രീം ന്യൂസ് ചാനൽ പോലും എടുക്കുന്നില്ല. നമ്മളെപ്പോലത്തെ സാധാരണക്കാർ മാത്രമേ ഇന്ന് ഷൈനിക്ക് വേണ്ടി സംസാരിക്കാനുള്ളൂ. ഞാനും നിങ്ങളും അടങ്ങുന്ന കുറച്ച് ജനങ്ങൾ മാത്രം. അല്ലാതെ മെയിൻ സ്ട്രീം ന്യൂസ് ചാനലോ അങ്ങനെ ഒരു ടീമും ഇതൊന്നും ഏറ്റെടുക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളൊക്കെ ഇത് ഏറ്റെടുക്കും, സംസാരിക്കുമെന്ന് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു, സാധാരണക്കാരായ ജനങ്ങൾ. എന്തായാലും അഡ്വക്കേറ്റ് ദീപ ജോസഫ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഏറ്റവും ഒടുവിൽ എനിക്ക് വന്ന ധാരാളം മെസ്സേജുകൾ കണ്ട് വാവിട്ട് കരയാതിരിക്കാൻ കഴിയുന്നില്ല. മിക്കവാറും അതെല്ലാം തൊടുപുഴയിൽ നിന്ന് തന്നെ. ലോഹധാരി ഷൈനിയെ മറ്റ് തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ആണത്രേ തന്റെ പെൺമക്കളെയും കൂട്ടി ഭർത്ത് വീട്ടിൽ നിന്ന് ചാടിപ്പോയത്. അപ്പൊ ലോഹധാരിയുടെ ആ മുത്തുച്ചിപ്പിയായിട്ട് കണക്ട് ചെയ്തും നിങ്ങളൊന്ന് ഈ കാര്യം വായിക്കുക. ലോഹധാരിക്കുള്ളിൽ കാമം ഒളിപ്പിച്ച ഒരുത്തനിൽ നിന്നും സ്വയം രക്ഷപ്പെടുകയും ഒപ്പം തന്റെ മാലാഹ കുഞ്ഞുങ്ങളെയും എന്നേക്കുമായി ആ അമ്മ രക്ഷപ്പെടുത്തി. അയാളുടെ കാമകേളികൾക്ക് വഴങ്ങിയില്ല എന്ന കാരണത്താൽ അയാൾ ആ പെണ്ണിനെ ജീവിക്കാൻ അനുവദിച്ചില്ല. ഭർത്താവ് എന്ന ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ഒരുത്തൻ കള്ളും മോന്തി സഹോദരന്റെ വാക്കും കേട്ട് ഈ പാവ പെണ്ണിനെ ഉപദ്രവിച്ചിട്ടും അവൾ നിശബ്ദയായി. അയാളെ ഈ ഭൂമി മലയാളത്തിൽ എവിടെയാണെങ്കിലും ഇവിടെ കൊണ്ടുവരണം. കുപ്പായ മൂരി തന്റെ അസുഖം മാറ്റാനുള്ളതിന് പകരം പാവം ഒരു പെണ്ണിനെ കൊല്ലാതെ
കൊന്നു. ഒപ്പം 2 കുരുന്നുകളെ, അതായത് ഇവന്റെ കാമവെറിയാണ് ഈ ഷൈനിയെ ആ വീട്ടിൽ നിന്നും ഇറക്കിയതെന്നാണ് പറയുന്നത്. ഒരുപാട് ആൾക്കാർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ആണ് ഇത് പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവൻ ചർച്ച് ഫാദറാണോ അതോ കോണാത്തിലെ ഫാദറാണോ? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇവ എവിടത്തെ ഫാദർ? കാമക്കടുവ. ഇവനെ പോലെയുള്ള കാമവെറിയന്മാര് ചർച്ച് ഫാദറായിട്ടിരുന്ന ആ പള്ളി എങ്ങനെയാടാ ഗുണം പിടിക്കുന്നത്? അവിടെ എവിടെയാടാ ദൈവത്തിന്റെ ശക്തി ഉണ്ടാവും? സാത്താന്റെ കോട്ടയല്ലേ അത്? സാത്താന്റെ കോട്ട ആക്കി മാറ്റല്ലേ ഇവനെ പോലെയുള്ള കാമവെറിയന്മാര്? തൊടുപുഴക്കാരെ സത്യം ജയിക്കണം. പ്രിയരെ രാഷ്ട്രീയക്കാരുടെ പറ്റി ഇവിടെ ഷൈനിക്കും കുട്ടികൾക്കും നീതി നിഷേധിക്കപ്പെടാൻ അനുവദിക്കരുത്. ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കണം. ഈ തീ അടങ്ങരുത്. പോലീസ് പ്രൊട്ടക്ഷൻ എന്തിനാണ് നട്ടലില്ലാത്ത ഒരുത്തന് കേരള പോലീസ് കൊടുത്തത്? അവന് പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പാടാക്കിയവനെയും വെറുതെ വിടരുത്. പോലീസ് സുരക്ഷ ഏർപ്പാടാക്കിയതിൽ മന്ത്രി വാസവന്റെ പേരും കേൾക്കുന്നു. അതായത് മന്ത്രി വാസവന്റെ പേരും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കിയതിൽ കേൾക്കുന്നു. ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞില്ല ഒരു മന്ത്രിയുടെ കേസ്. ആ മന്ത്രിമാരെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ വിഷയം പറയുന്നത്. എന്റെ കുടുംബത്തിലും വൈദികരുണ്ട്. പ്രശ്നം പരിഹരിക്കാൻ അവർ നോക്കിയേക്കാം. പക്ഷെ ഇതുപോലെയുള്ള അനുഭവം ആദ്യമാണ്. നിനക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ നീ തീയായി മാറണം. 1000 അമ്മ പെങ്ങന്മാരുടെ നീതിക്കായുള്ള മുറവിളിയായി മാറട്ടെ. ഇനി ഒരു ഷൈനി കേരള മണ്ണിൽ മരണം വരിക്കാൻ ഇടയാവാതിരിക്കട്ടെ. നേരം മുൻപ് കൊഴിഞ്ഞ പൂവായി ഇനി ഒരു പെൺ കുരുന്നും മാറാതിരിക്കട്ടെ. അവൾക്ക് നീതി കിട്ടും പരിച്ഛേദകാന്തി ഇടാതിരിക്കട്ടെ. 1000 അമ്മമാരുടെയും ഭാര്യമാരുടെയും സഹോദരിമാരുടെ ശബ്ദമായി മാറട്ടെ. അഡ്വക്കേറ്റ് ദീപ ജോസഫ്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അവർ സ്വന്തം ഫേസ്ബുക്കിലോട്ട് പോസ്റ്റ് ഇട്ടിട്ടുള്ളതാണ്. ഈ ചർച്ച് ഫാദർ എന്ന് പറയുന്ന നാറിയുടെ കാമവെറി, ആ ഒരു കാമവെറി കാരണമാണ് ഷൈനി ഇന്ന് ഈ ഒരു നിലയിൽ എത്തിയതെന്നാണ് പറയുന്നത്. അപ്പൊ ഇവനെയൊക്കെ ഇനി വച്ച് പൊറപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ലോഹ ഊരിയിട്ട് ഇവനെ നാട്ടുറോട്ടിയിട്ട് തല്ലേണ്ടതാണ്. ജനങ്ങൾ കൈകാര്യം ചെയ്യേണ്ട കേസാണ്. കാരണം ഇവിടുത്തെ നിയമത്തിന് നീതിക്ക് ഇവനെ ഒന്നും ശിക്ഷിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ജനങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ദീപ ജോസഫ്, ഷൈനി രക്തസാക്ഷി ആയത് കുറെ അധികം സഹന ഭാര്യമാരുടെ കണ്ണീർ പുറം ലോകം അറിയാനാണെന്ന് തോന്നുന്നു. 2 ദിവസം മുന്നേ തുടങ്ങി ഇന്ന് വരെ 15ഓളം ഭാര്യമാരാണ് അവരുടെ കണ്ണുനീർ കഥകൾ പങ്കുവച്ചത്. അതിൽ വിവാഹിതരായ പുരോഹിതരും ഉൾപ്പെടുന്നു. അവരുടെ അഭിഹിതത്തിന് പഠിക്കാത്ത ഭാര്യമാരെ എടുത്തിട്ട് ഉപദ്രവിക്കുന്നു. ഷൈനിയുടെ മരണം ഒരു പാഠമാണ്. യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ അത് ഭർത്താവായാലും ഭാര്യയായാലും പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യുക. പുതിയൊരു സംഘടന ഒരുങ്ങുന്നു. ഇനിയും ഒരു ജീവിതം കൂടി പൊലിയാതിരിക്കാൻ ജാതിമത വർഗ വർണ്ണ ഭേദഭാഷ വ്യത്യാസം ഇല്ലാതെ നമുക്ക് ഒരുമിക്കാം. ഇനി മനസാക്ഷിയെ കരയിക്കുന്ന ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഒരുമിക്കാം. ഓസ്ട്രേലിയൻ ചരക്ക് ഇന്ത്യൻ തീരം അടുക്കാറായി. ഇനി ഒരു കാനഡ ഊഹധാരിയെ ഇന്ത്യക്ക് കൊണ്ടുവരണം. അടുത്ത ദൗത്യം അതാണ്. ഇവിടെ RCLC മാത്രം ഓർത്തഡോക്സ് അങ്ങനെയുള്ള വലിപ്പച്ചെറുപ്പം ഒന്നുമില്ല. സ്വന്തം സുഖത്തിനും പങ്കാളിയെ മർദ്ദിക്കുന്ന കൊന്നുകളയുന്ന സിസ്റ്റം ഒന്ന് മാറണം. അത്രയേ ഉള്ളൂ. അഡ്വക്കേറ്റ് ദീപ ജോസഫ്, ഈ നാറി സിസ്റ്റം ഇവിടെ നിന്ന് ആദ്യം മാറണം. ഇതുപോലെയുള്ള നാറികൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നവന്മാർ ആദ്യം തീർക്കണം. ആ ലെവലിൽ ഇവിടുത്തെ സിസ്റ്റം മാറണം. ഇങ്ങനത്തെ രീതിയിലാണ് ഇവിടുത്തെ സിസ്റ്റം പോകുന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ഷൈനിമാർ ഇവിടെ ഉണ്ടാകും. ഇന്ന് ഈ ഷൈനിക്ക് വേണ്ടി നമ്മളെ പോലത്തെ സാധാരണക്കാർ തന്നെ സംസാരിക്കണം. ഇവിടുത്തെ മീഡിയയ്ക്കൊന്നും ഇതൊന്നും സംസാരിക്കാൻ നേരമില്ല. നമ്മളെ പോലത്തെ സാധാരണക്കാർ തന്നെ ഈ വിഷയത്തിൽ കൂടുതലായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് സംസാരിക്കുക തന്നെ ചെയ്യണം. ഇനി ഒരു ഷൈനി കേരളത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.